കുറേ ദിവസമായിട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കിഴങ്ങൊക്കെ നമ്മൾ പുഴുങ്ങാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ചൂടാവണ സമയത്ത് കടുക് പൊട്ടിക്കുക, ഉഴുന്ന് പൊട്ടിക്കുക. അതിനകത്തേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാളയാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ വേപ്പില എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിള വരണ സമയത്ത് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ അല്ലേ, ഉരുളക്കിഴങ്ങ്, അതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിലധികം ആവശ്യത്തിനോ നമ്മുടെ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശയുടെ മസാല അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കല്ല് ചൂടാകുമ്പോൾ സുടുസുടാ ദോശ ചൂടോടെ ചുട്ടെടുക്കുക കേട്ടോ. കുറച്ച് വലുതായി ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കല്ലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ദോശയൊക്കെ പരത്തി വന്നിട്ട് അതിനകത്തേക്ക് കുറച്ചധികം നെയ്യും കൂടെ തൂവിയിട്ട് നമ്മുടെ മസാല ദോശയുടെ മിക്സ് ഇല്ലേ, അതും കൂടെ വെച്ച് കൊടുത്ത് മടക്കി കഴിഞ്ഞ് ചൂടോടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മസാല ദോശ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിച്ചമ്മന്തിയും തേങ്ങാ ചട്നിയും ചൂട് കട്ടൻ ചായ കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ടത്തേക്ക് ചായക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.